ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. കുറച്ച് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് പറഞ്ഞാൽ എന്താണ്, അതിലുള്ള ബോണ്ടിങ്, അതിന്റെ ജനറൽ റിയാക്ഷൻസ്, ജനറൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ചാപ്റ്ററിൽ ചെറിയൊരു കാര്യം ബാക്കിയുള്ളത് സ്യൂഡോ ഹാലജൻസ് എന്നൊരു ഭാഗം. സ്യൂഡോ ഹാലജൻസ് ഇന്റർ ഹാലജൻസായിട്ട് യാതൊരു ബന്ധമില്ല, പക്ഷെ എല്ലാ ഹാലജൻസായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അതിൽ ചേർത്ത് നേടും സ്യൂഡോ. ഈ വാക്കിന് നമുക്ക് അറിയാം അർത്ഥം. സ്യൂഡോ ഹാലജൻസ്, സ്യൂഡോ എന്ന് പറഞ്ഞാൽ വ്യാജൻ എന്നർത്ഥം അല്ലെ, സ്യൂഡോ ആണ്. അപ്പോൾ see that there are certain anions which are usually made up of electronegative elements like carbon, nitrogen, oxygen, sulfur, etc. Certain anions, polyatomic anions, certain polyatomic ഒന്നിൽ കൂടുതൽ ആറ്റമുള്ള anions. സാധാരണഗതിയിൽ കാർബൺ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ പോലെയുള്ള കുറച്ച് അപൂർവാറ്റങ്ങളിൽ വരും ഉണ്ടാക്കിയിരിക്കുന്ന ചില ആനയോൺസ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ they show many of the properties of a halide ions. ഈ halide ionsന്റെ many, not all, ശ്രദ്ധിക്കാം, many of the properties of the halide ions are shown by these ions, and such ions were called pseudo halides. Just an example is a cyanide, thiocyanate. ഇതൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആനയോൺസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പോളി ആറ്റോമിക് ആണ്, ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്. ഇതിനത്തെ പ്രത്യേകത ഒരേ നെഗറ്റീവ് ചാർജ്, ഹാലൈഡ് പോലെ ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടാവില്ല. ഏറ്റവും വലിയ പ്രത്യേകത ഹാലൈഡ് അയോൺസിന്റെ പല പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടീസും അല്ല, ശ്രദ്ധിക്കുക, many of the properties but not all of the properties of halides are shown by these anions, and these anions are called pseudo halides. Just like chloride or chloride പല സ്വഭാവം കാണിക്കും, cyanide, thiocyanate ഒക്കെ എന്താണെന്ന് കുറച്ച് കാണാം. Okay, such halides are called pseudo halides, and you know, for each halide ion there is a corresponding halogen. For iodide we have iodine, for bromide we have bromine, for chloride we have chlorine. So many of these anions also have a similar neutral atom, dimer. A neutral dimer ആണ് Cl2 ആണ്. അതേപോലെ ഇത് ആനയോൺസ് ആണ്, ഇത് ന്യൂട്രൽ കോമ്പൗണ്ട്. ശ്രദ്ധിക്കുക, ഇത് ആനയോൺ ആണ്, ഇത് ക്ലോറിൻ. അതേപോലെ many of, again ആ വാക്ക് ശ്രദ്ധിക്കുക, many of these pseudo halides have a neutral dimer, just as a halide ion has the neutral dimer, the halogen. These pseudo halides have a neutral dimer which is called a pseudo halogen. അപ്പോൾ ഇവരാണ് pseudo halogen, ഇവരാണ് pseudo halide. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്, തുടക്കത്തിൽ there are many anions, UD negative anions, usually made up of electronegative atoms. They are polyatomic. ഒരല്ല, ഹാലജൻസ് നമ്മൾ പ്രത്യേകത അത് മോണോ അറ്റോമിക് ആണ്. ഹാലൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ ഹാലജൻ ആകുമ്പോൾ അതിന്റെ ഡൈമർ ആണ്, കുഴപ്പമില്ല. ഹാലൈഡിലെ ബ്രോമൈഡ് അയോൺ ഒറ്റൊരു അയോണേ ഉള്ളൂ, ഒറ്റൊരു ആറ്റമേ ഉള്ളൂ, മോണോ. ഇവിടെ എന്താണ്, ഒന്നിൽ കൂടുതൽ ആറ്റംസ്, 2 ആവാം, 3 ആവാം, 4 ഒക്കെ ആവാം. And these anions have a peculiar property. What is it? They show many of the properties of a halide ions. Such anions like cyanide, thiocyanate, etc. show many but not all of the properties of the halide ions, and such anions are called pseudo halides. Okay, then as each halide ion has a corresponding halogen, just like chloride has chlorine, chloride and parent halogen chlorine ആണ്, bromide bromine ആണ്. അതേപോലെ some of the pseudo halides, എല്ലാ സ്യൂഡോ ഹാലൈഡ്സിനും ഇല്ല, ചില സ്യൂഡോ ഹാലൈഡ്സിന്റെ കറസ്പോണ്ടിങ് ഡൈമർ, ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് സ്യൂഡോ ഹാലജൻസ് എന്നാണ്. സ്യൂഡോ ഹാലജൻസ്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് ഇത് നോക്കാം. സാധാരണഗതിയിൽ സ്യൂഡോ ഹാലൈഡ്സ് ആർ polyatomic ions, polyatomic UD negative ions, and
ദ ആറ്റംസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ സ്യൂഡോ ഹാലജൻസ് വളരെ കൂടുതലൊന്നുമില്ല. കാർബൺ താഴെ വരുന്ന സിലിക്കൺ, ജർമ്മേനിയം, ടിന്ന്, ലെഡ് അങ്ങനത്തെ ഒന്നുമില്ല. ദെൻ കാർബണിന്റെ അപ്പുറത്തെ നൈട്രജൻ, അതിനപ്പുറത്ത് വരുന്ന ഫോസ്ഫറസ്, ആർസെനിക് ഒന്നും സാധാരണഗതിയിലില്ല. ദെൻ വി ഹാവ് ഓക്സിജൻ, സൾഫർ, സെലീനിയം ആൻഡ് സംടൈംസ് ഈവൻ ടെലൂറിയം. അപ്പം ഇവരാണ് പ്രധാനമായിട്ട് എന്ത് ഉണ്ടാക്കുന്നത്? സ്യൂഡോ, ഇവർ ഒറ്റക്കല്ല, ഇവർ പലരും ചേർന്നിട്ടുള്ള ആനയോൺസ് ആണ് സ്യൂഡോ ഹാലൈഡ്സ് ആയി ഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്യൂഡോ ഹാലൈഡ്സ്, വെരി ഗുഡ് എക്സാമ്പിൾ നേരത്തെ ഈസ് സയനൈഡ്, then thiocyanate, then we have cyanate, the cyanate, the thiocyanate. Okay, we have azide, അസൈഡോ ഡൈതയോകാർബണേറ്റ്, ഇതിന്റെ പേര് അസൈഡോ, ഇതിന്റെ പേരൊക്കെ ഏതാണോ? ദിസ് ഈസ് എ പ്രേത cyanide, thiocyanate, cyanate, azide, ഇതൊക്കെ പേരാണ് വിളിക്കുന്നത്. This is cyanide. This is a cyanide is familiar to thiocyanate also is very familiar. Thiocyanate. Then we have cyanate. So this is cyanate. ഇത് നമുക്ക് അധികം പരിചയം. azide N3 മൂന്ന് നൈട്രജൻ ആറ്റം N3 മൈനസ്. ഇവിടെ എന്താണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അസൈഡോ ഡൈതയോകാർബണേറ്റ്, അസൈഡോ ഡൈതയോകാർബണേറ്റ്, എല്ലാത്തിനും ഓരോ നെഗറ്റീവ് ചാർജാണുള്ളത്. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ദി കോമൺ. തയോസയനേറ്റ് ഉണ്ട്, സെലിനോസയനേറ്റ് ഉണ്ട്, ടെലൂറോസയനേറ്റ് ഉണ്ട്. എസിന്റെ സ്ഥാനത്ത് എസ്സിയും ടിയും വരുന്ന മറ്റു അവനെല്ലാം എഴുതി നടക്കുന്നില്ല. മനസ്സിലായില്ലേ? തയോസയനേറ്റ് എന്ന് പറഞ്ഞാൽ സയനൈഡ് ശ്രദ്ധിക്കുക, OCN. നമ്മൾ നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഓക്സിജൻ കോമ്പൗണ്ട് സാധാരണയിൽ ഓക്സിജൻ റീപ്ലേസ് ചെയ്ത് ഒരു സൾഫർ വന്നാൽ അതിന്റെ പേര് തയോ എന്ന് കേൾക്കും. സയനൈറ്റ്, തയോസയനേറ്റ്. ഈതർ, തയോ ഈതർ. ഈതറിൽ ഓന്റെ സ്ഥാനത്ത് എസ് എന്തായി? തയോ ഈതറായി. മനസ്സിലായില്ലേ? സൾഫേറ്റ്, തയോസ് ശ്രദ്ധിക്കുക, SO, അതൊക്കെ നമ്മൾ കോമൺ ജനറൽ നോളജ് ആണ്. SO4 2 നമുക്ക് സൾഫേറ്റ് അല്ലേ. ഇതിന്റെ സ്ഥാനത്ത് ഒരു O പുറത്തൊരു S കൂട്ടിയാലോ, ഒരു O പോയി, അതിന് വേറെ ഒരു S കൂടി വന്ന് S2O3 2-. ഇതിന്റെ പേര് എന്താണ്? ഇതിൽ നിന്ന് ഇതിന്റെ ബാക്കിൽ തയോ എന്ന് ചേർത്താൽ മതി. ROH is an alcohol. RSH is a thio alcohol. So if you replace O with S, we simply give the name by prefixing the old name with thio. Alcohol, back will prefix thio alcohol. Sulfate, ഒരു സൾഫർ കൂടുതൽ വരില്ല, ഒരു ഓക്സിജൻ പോയിട്ട് സൾഫർ വരണം. ഒരു ഓക്സിജൻ പോകും, ഒരു ഓക്സിജൻ പോയിട്ട് ഒരു സൾഫർ വന്നാൽ അത് തയോ സൾഫേറ്റ്. മനസ്സിലായില്ലേ? ഇത് സൾഫേറ്റ്, ഇത് ആൽക്കഹോൾ, ഇത് തയോ ആൽക്കഹോൾ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ദിസ് ഈസ് എ തയോസയനേറ്റ്. ഇനി അത് സെലീൻ ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് സെലീനോസയനേറ്റ് എന്ന് പറയും. ടെലൂറി ആണെങ്കിൽ ടെലൂറോസയനേറ്റ് എന്ന് പറയും. These are the common. ശ്രദ്ധിക്കെല്ലാം വരുന്ന കാർബൺ, നൈട്രജൻ, സൾഫർ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, നൈട്രജൻ, എല്ലാത്തിലും നൈട്രജൻ മിക്കവാറും കാണും. ആൻഡ് ഓഫ് കോഴ്സ് കാർബൺ, സൾഫർ ആൻഡ് ഓക്സിജൻ. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ. സെലീനോ, ടെലൂറി അപൂർവമായിട്ട്. ഇത് ഈ ആറ്റംസ് ഒക്കെ ഒന്നിൽ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ആനയോൺസ് ആണ്. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് അതിനൊക്കെ നെഗറ്റീവ് ചാർജ് ഒന്നേ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? യെസ്, ദേ ഷോ മെനി ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഹാലൈഡ് അയോൺസ്. ഹാലൈഡ് അയോണിന്റെ പ്രോപ്പർട്ടിയാണ് ഹാലജൻ കറസ്പോണ്ടിങ് ഹാലജൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനും ചിലതിനൊക്കെ കറസ്പോണ്ടിങ് ഹാലജനും ഉണ്ടെന്ന് മനസ്സിലാക്കുക, എല്ലാത്തിനും ഇല്ലെങ്കിലും. ദാറ്റ് ഈസ് കോൾഡ് എ സ്യൂഡോ ഹാലജൻ. ഇതിന്റെ CN- Cl2 എന്ന പോലെ CN- എന്താവും? CN2. ഓക്കെ, SCN twice. O ശ്രദ്ധിക്കാൻ ചാർജ് ഇല്ല. OCN twice. ഇതിന് ഡൈമർ ഇല്ല. SCSN3 twice. This is blank. അസൈഡിന്റെ ഡൈമർ ഇല്ല. എന്നാലും അസൈഡ് ഈസ് എ സ്യൂഡോ ഹാലജൻ. അപ്പൊ ഇതിനൊക്കെ പേര് ശ്രദ്ധിക്കുക. ഇതിന്റെ പേരെന്താണ്? ഈ പേരിനുണ്ട്. സയനൈഡ് ആണെങ്കിൽ സയനോജൻ.
ദിസ് ഈസ് തയോസയനോജൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ തയോസയനോജനും പോലെ തന്നെയുള്ള കോമ്പൗണ്ട്സ് ആണ് സെലീനോസയനോജനും. ആ സൾഫറിന്റെ ഗ്രൂപ്പ് സെലീനോസയനോജനും ടെലോറോസയനോജനും. എസ് സി എന്ന് പറഞ്ഞാൽ സെലീനോ ആയി, ടി എന്ന് പറഞ്ഞാൽ ടെലോറോ ആയി. എല്ലാം നമ്മൾ ഈ നിലവിലത്തെ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ദിസ് ഈസ് കോൾഡ് ഓക്സിസയനോജൻ and this is called and very less complicated ആണ് അസൈഡോ കാർബൺ ഡൈസൾഫൈഡ്. അപ്പൊ ഈ ചോപ്പിൽ എഴുതിയ സാധനങ്ങളൊക്കെ എന്താണ്? they are pseudo halogens and they have their corresponding anion which are called pseudo halides, and there are some pseudo halides which does not appear to have a stable, but unstable ആയിരിക്കുന്നുണ്ടായിരിക്കും a stable halogen, pseudo halogen. എല്ലാ pseudo halidsനും corresponding pseudo halogen ഉണ്ടെങ്കിലും ചിലതിന് അത്ര സ്റ്റേബിൾ ആയി, ഇതിൽ തന്നെ എല്ലാം അത്ര സ്റ്റേബിൾ എന്നാണെന്നില്ല കേട്ടോ. എന്നെങ്കിലും ഓഫ്കോഴ്സ് ഇതൊക്കെ ക്യാരക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അസൈഡിന്റെ കേസിൽ അങ്ങനത്തെ കോമ്പൗണ്ട് അസൈഡ് മാത്രം ചില മറ്റു ചിലതുണ്ട്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ഒന്നും ഓർക്കുന്നില്ല, കുറച്ചെണ്ണം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് സ്യൂഡോ ഹാലൈഡ് എന്നും എന്താണ് സ്യൂഡോ ഹാലജൻ എന്നും മനസ്സിലാക്കും. സ്യൂഡോ ഹാലജൻ ഏറ്റവും നല്ല എക്സാമ്പിൾ സയനജൻ, തയോസയനജൻ, ഓഫ് കോഴ്സ് ഓക്സിസയനജൻ, സെലീനോസയനജൻ. ഇതൊക്കെ എന്താണ്? സ്യൂഡോ ഹാലജൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആനോൺസ് ആർ കോൾഡ് സ്യൂഡോ ഹാലൈഡ്സ്. ഓക്കെ. And what is the peculiarity? സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാം സ്വഭാവം, they are made up of ഇലക്ട്രോനെഗറ്റീവ്. ഇലക്ട്രോയുടെ പ്രത്യേക ഭാഗത്ത് വരുന്ന മനസ്സിലായില്ലേ? ഇലക്ട്രോനെഗറ്റീവ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഓക്സിജൻ വരുന്ന സൾഫർ, സെലീനിയം, ടെലൂരിയം. തീർന്നു, വളരെ എളുപ്പമാണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം. ഇതിലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റംസ്, സിമിലർ ആറ്റംസ് എന്നത് 3 നൈട്രജൻ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാർബൺ നൈട്രജൻ ഉണ്ട്, ഇവിടെ കാർബൺ നൈട്രജൻ സൾഫർ ഉണ്ട്, ഇവിടെ കാർബൺ നൈട്രജൻ സൾഫർ ഉണ്ട്, നൈട്രജൻ 3 ഉണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ കമ്പൈൻ ചെയ്യാം. ഉണ്ടാവുന്ന സാധനം എന്താണ്? should be an anion with a uni negative. ഒരേ നെഗറ്റീവ് ചാർജ്. ഹാലൈഡിന് ഒരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ, ഇതിനൊരു നെഗറ്റീവ് ചാർജേ ഉള്ളൂ. ഹാലൈഡിന്റെ കുറേ സ്വഭാവങ്ങൾ ഇത് കാണിക്കും. കുറേ സ്വഭാവങ്ങൾ, എല്ലാ സ്വഭാവങ്ങളും എല്ലാം മനസ്സിലായില്ലേ? ആ അയനോൺസ് നമ്മൾ ഹാലൈഡ് എന്ന് പറഞ്ഞ സ്യൂഡോ ഹാലൈഡ്സ് എന്ന് പറയും. അതിന് കറസ്പോണ്ടിങ് ഡൈമർ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്യൂഡോ ഹാലൈഡ് നിർബന്ധമില്ല. മനസ്സിലായില്ല? ഇവിടെ കാണുന്നില്ല. മനസ്സിലായില്ലേ? അത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് സിമിലാരിറ്റി നമുക്ക് നോക്കാം, ഓടിച്ച് നോക്കാം. ഇത് വിശദമായിട്ടൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത് സയനോജൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാനാണ്. സയനോജൻ ബാക്കി എല്ലാവരും പറ്റി അധികം പഠിക്കേണ്ടതാണ് അർത്ഥം. കമ്പാരിസൺ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാലൈഡ്സ് ആൻഡ് സ്യൂഡോ ഹാലൈഡ്സ്, halogens and pseudo halogens, the cyanogen as the example. cyanogen ക്ലോറിനായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. അല്ല, ഏത് ഹാലജനായിട്ട് കുഴപ്പമില്ല. ഒന്നാമത്തെ ഫോർമുല അനുസരിക്കുക, ഡൈമർ ആണ്, ഇതും ഡൈമറാണ്. ശരി. and you can see that it forms Cn minus, this forms Cl minus. Very similar, isn't it? This is a volatile gas, this is also a volatile gas. The volatile gas ആണ്, ഇതും ഒരു volatile gas ആണ്. volatile liquid ആണ് gas എന്ന് പറഞ്ഞാൽ, volatile gas എന്ന് പറയേണ്ട ആവശ്യം, volatile liquid എന്നാ പറയാ. say gas, gaseous compound, this is also രണ്ട് gases ആണ്. volatile ആയതുകൊണ്ടാണോ gas, volatile gas, volatile liquid എന്നാ പറയാ. സോറി, മനസ്സിലായില്ലേ? വേഗം വേപ്പറൈസ് ചെയ്യുന്ന ലിക്വിഡ് നമ്മൾ പറഞ്ഞവരാണ് volatile liquid. Such liquids may exist as in the gaseous state under normal conditions, and you can have cyanogen and chlorine are diatomic gases. Diatomic gas ആണ് ഇതും. diatomic അല്ല, dimeric gas. ഇത് diatomic ആണ്, ഇത് diatomic ആവില്ലല്ലോ, ഡൈമർ. മനസ്സിലായില്ലേ? എങ്ങനെയാണോ Cl ഉള്ള അതേപോലെ എന്തുണ്ടാവും, Cn ഉണ്ടാവും. 2 Cn ഗ്രൂപ്പുകൾ ചേർന്നാലാണ് C2N2 ആകുന്നത്. 2 Cl ക്ലോറൈഡ് ചേർന്നപ്പോഴാണ് എന്താകുന്നത്, 2 ക്ലോറൈഡ് 2 ക്ലോറിൻ ആറ്റംസ് ചേരുമ്പോഴാണ്, റാഡിക്കൽ ചേരുമ്പോഴാണ് ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. And we can say as Cl minus forms a corresponding hydrazine HCl. Cl minus ന് അതിന്റെ ഹൈഡ്രാസിൻ മനസ്സിലായോ, HCl ഉള്ളതുപോലെ. You see that here we have HCl.
Here we have HCl. This is hydrochloric acid. This is a hydrocyanic acid. Similarity, but we can see that this is a, HCl is a strong acid, HCl is a weak acid. This is a പ്രശ്നമാണ്. നമ്മൾ പറയണത് സിമിലാരിറ്റി പറയണമെന്നില്ല, എന്നാൽ ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞാണ്. HCl-ഉം HCl-ഉം സിമിലർ ആണെങ്കിലും hydrochloric acid is a strong acid, hydrocyanic acid is a weak acid. Weak acid. That is very similarity. And you can see that the cyanide ion forms a insoluble salt with a Ag. There you go, AgCl. Insoluble salt with a HgCl. Or HgCl2, HgCl2, mercuric cyanide. ഇതൊക്കെ എന്താണ്? ഇൻസോലിബിൾ ആണ്. മനസ്സിലായില്ലേ? ഇതേപോലെ you can see that chloride also, HgCl2-നേക്കാൾ നല്ലത് Hg2Cl2 ആണ്. Mercurous cyanide, it is a insoluble. Silver cyanide, that is insoluble. Lead cyanide, PbCl2, insoluble. So cyanide ion forms a insoluble salt with a heavy metals like lead, silver, mercury, etc. You can see that a slightly similar behavior is shown by chloride ions. Chloride forms a PbCl2, an insoluble salt. AgCl, silver chloride, is an insoluble salt. Hg2Cl2, that is a mercurous chloride, silver chloride, lead chloride, all are insoluble salt. Soluble in water, understood. And you can see that here also the corresponding cyanides show very similar behavior. They are also formed as a insoluble salt like PbCl2, AgCl, Hg2Cl2, etc. Again there is a similarity. Okay, you can see that the chloride ion in alkaline medium, chloride ion in alkaline medium is converted into, chlorine in alkaline medium. Chlorine in alkaline medium is converted into Cl minus plus ClO minus. Of course, plus H2O. Is it clear? In alkaline medium, chlorine gas is somewhat soluble in water, and if you have little alkali, you can say it is converted into chloride and hypochlorite. Okay, Cl minus and ClO minus. Here we can say that is cyanogen will react with alkali in water, forming you can see that Cl Cn minus and OCn minus. This is cyanide and cyanate ion. Where cyanide and I got to form another Cl O OCl minus similarity OCl minus. So you can see that it's exactly similar. Of course, plus H2 see these two reactions, you can say cyanogen undergoes hydrolysis in alkaline medium, forming Cn minus and OCn minus. Chlorine in alkaline medium undergoes hydrolysis, forming Cn minus and OCl minus. See the similarity, very very similar. Okay, that's another similarity. And you can see that chlorine forms covalent halides. For example, SiCl4. Silicon tetrachloride is a covalent halide formed by silicon. We can say a similar compound is formed with cyanogen also SiCl4. CL4, SiCl. Exactly similar compounds. Okay, that was similarity. But what similarity we can say halides form interhalogen compound. Halogen form interhalogen compounds. ബ്രോമിനും ഫ്ലൂറിനും ചേർന്ന് BRF ഉണ്ടാവുന്നത് പോലെ, അല്ലെങ്കിൽ ICl ഉണ്ടാവുന്ന പോലെ ICl.
ഇതേപോലെ we can see that they can have a cyanogen bromide, cyanogen chloride. See, that is a both halogens and interhalogens form this. Halogens form interhalogen compounds and a pseudohalogens form as interhalogen. ഇത് ഒന്ന് ഹാലജനും ഒന്ന് ഇന്റർഹാലജനുമാണ്, മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് ഹാലജൻസ് ചേർന്ന് ഇന്റർഹാലജൻ ഉണ്ടാവാം, ഒരു ഹാലജനും ഒരു സ്യൂഡോ ഹാലജൻ ചേർന്ന് അതേപോലത്തെ കോമ്പൗണ്ട്. വെരി സിമിലർ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബിറ്റ്വീൻ ടു ഹാലജൻസ് and also between one halogen and one pseudo halogen, or even between two pseudo halogens, just like CnSCn, cyanogen thiocyanate. You can see that it is a combination of two interhalogen compounds, Cn and SCn, two interhalogen compounds. Here you can see it is a combination of a halogen and an interhalogen, and here it is a combination of two halogens. എല്ലാം തമ്മിൽ എന്താണ് കമ്പാറ്റബിൾ ആണെന്ന് നമുക്ക് we can form compounds among themselves. Chlorine and halogens among themselves they can form compounds. Interhalogens also form certain compounds among themselves, and of course interhalogen and pseudohalogens and halogens form compounds between themselves. ഒരു ഇന്റർഹാലജനും ഒരു ഹാലജനും ചേർന്ന് ഇങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ടാവുക, രണ്ട് ഹാലജൻസ് ചേർന്ന് ഇങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ടാവുക, രണ്ട് ഇന്റർഹാലജൻസ് ഇങ്ങനത്തെ കോമ്പൗണ്ട് എല്ലാം ഉണ്ടാവണമെന്നില്ലേ, അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട് പലത്. അതും എന്താ കാണിക്കുന്നത്? ഇതൊക്കെ കാണിക്കുന്നത് വെരി ക്ലോസ് സിമിലാരിറ്റി ബിറ്റ്വീൻ ഹാലജൻസ് ആൻഡ് ഇന്റർഹാലജൻസ്. നമ്മൾ പറഞ്ഞിരിക്കുന്നതിന്റെ പ്രിപ്പറേഷനോ പ്രോപ്പർട്ടിയോ ഒന്നും പഠിക്കാനല്ല. ദ കമ്പാരിസൺ ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ വിത്ത് ഇന്റർഹാലജൻ ടേക്കിംഗ് cyanogen as the example. Cyanogen Cn2 and chlorine, cyanide chlorine, HCN. വെറുതെ ഫോമിലുള്ള മാത്രമല്ല, they are similar compounds. They are gas ആണ്, they are liquid, acids. They are acid ആണ്, they are acid. ഇതൊരു ഗ്യാസ് ആണ്, ഇതൊരു ഗ്യാസ് ആണ്. ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്? യെസ്, halogens or halide ions form insoluble salt with heavy metal ions like Ag+, Pb2+, and Hg+. മർക്കുറസ്, സിൽവർ അല്ലെങ്കിൽ ലെഡ്, ഇതുമായിട്ട് എങ്ങനെ ക്ലോറൈഡ് അയഡോടൊക്കെ എങ്ങനെയാണ്? അയഡോഡ് Pbi2 ആയാലും Agi ആയാലും Hg2I2 ആയാലും ഒക്കെ എന്താണ്? ഇൻസോലിബിൾ സോൾട്ടുകളാണ്. അതേപോലത്തെ ഇൻസോലിബിൾ സോൾട്ട് ആരും ഫോം ചെയ്യും? സയനൈഡ് ഫോം ചെയ്യും. പിന്നെ you can see that any examples ഓരോന്നോരോ ആരും കിട്ടുന്നതാണ്. you can see that HgI4 2- and you can see that HgCN4 2-. see the similarity? HgI4 2- and HgCN4, just as they form complexes. Iodide form complexes with the mercury with the formula HgI4 2-. Cyanide form the തിരിഞ്ഞ ഏരിയയിലെ cyanide ഇവിടെ ഏതായത് ഇവിടെ Cn ചെയ്തു, ഇവിടെ I ചെയ്തു. നിങ്ങൾക്ക് Cl ആയാലും കുഴപ്പമൊന്നുമില്ല. See, HgCl4 2- and HgCN4 2-. See how similar they are. 4 cyanide, 4 chloride. മനസ്സിലായില്ലേ? വെരി സിമിലർ. ഒരു കോംപ്ലക്സിന്റെ ഫോർമുല Fe F6 4- Fe Cn6 4-. The fluoride is a halide, this is a pseudo halide. Very similar complexes. Iron 4- 4 ഒരു വ്യത്യാസമില്ല. ഇത് cyanide ആണ്, that's a pseudo halide. ഇത് fluoride ആണ്, that's a halide. So they show yes, a lot of parallels between themselves, lot of similarities between themselves, but also understand that they are not exactly the same. They have different properties, but in many properties they behave similarly. That's why these compounds are called pseudohalogens and these anions are called pseudohalides. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഒരു സ്യൂഡോ ഹാലൈഡ്? ആദ്യം തുടക്കം പറയുന്നത് നല്ലത്, ഹാലൈഡ് പറഞ്ഞിട്ട് ഹാലജൻ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, തിരിച്ചും പറയാം, പക്ഷെ എളുപ്പതാണ്. അപ്പോൾ വാട്ട് ഈസ് എ സ്യൂഡോ ഹാലജൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? See, there are certain anions, uninegative anions made up of electronegative more than one s, polyatomic, അതും പറയാം, polyatomic uninegative anions.
made up of atoms of usually carbon, nitrogen, oxygen, sulfur, etc. Selenium, which show similarities with the halide ions in many properties. Many bracket not all properties, properties halide ions similarity. Such anions are called pseudo halides. Then, as there is a halogen corresponding to each halide ion, there is a halogen corresponding to each halide ion. Just as a chloride ion have a chlorine, we have a S. Many pseudo halide ions having corresponding pseudo halogen as the dimer, just like Cn minus has Cn twice, or SCN minus have SCN twice. Bracket negative charge, Cl minus negative charge, it is Cl2 molecule. Okay, these compounds are called pseudo halogens. Example for a pseudo halogen is cyanogen, Cn twice. Cn2 Cn മൊത്തത്തെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് മാറിപ്പോയത് നമ്മളിങ്ങനെ കുറച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതാം. പരീക്ഷ പേപ്പറിലൊക്കെയാണ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ എഴുതാത്ത ജസ്റ്റ് ലൈക്ക് CO2, ഒരു കാർബൺ രണ്ട് ഓക്സിജൻ ചേർന്ന കാർബൺ ഡയോക്സൈഡ് ആണെന്നോലെയാണ് തോന്നുന്നത്. അങ്ങനെയല്ല, ഇത് Cn twice ആണ്. രണ്ട് സയനൈഡ് ഗ്രൂപ്പുകൾ ചേർന്നിട്ട്, രണ്ട് ക്ലോറൈഡ് ചേർന്ന് ക്ലോറിൻ ഉണ്ടെന്ന പോലെ രണ്ട് സയനൈഡ് ചേർത്തിട്ടൊരു സയനജൻ ഉണ്ടാവുന്നു. സയനജൻ സ്യൂഡോ ഹാലജൻ, സയനൈഡ് ഈസ് എ സ്യൂഡോ ഹാലജൻ. ചിലപ്പോൾ മിക്കവാറും പരിശീലിക്കുന്നത് എന്താണ്, ഗിവ് 3 examples, 2 examples for their similar, a few examples നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ ഇതൊരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും ചോദിക്കില്ല, റൈറ്റ് എ നോട്ട് ഓൺ ഇന്റർ ഹാലജൻസ് സ്യൂഡോ ഹാലജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളും സിമിലാരിറ്റി നമ്മൾ എഴുതിക്കോളണം. മനസ്സിലായില്ലേ? ഫസ്റ്റ് പാർട്ട് ഏറ്റവും ചെറിയ ആദ്യത്തെ പാർട്ടിലാണ് ചോദിച്ചത് വാട്ട്സ് സ്യൂഡോ ഹാലജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്യൂഡോ ഹാലജനെ പറ്റി പറയാം, ഒരു എക്സാമ്പിൾ എഴുതി വാട്ട്സ് സ്യൂഡോ ഹാലജൻ, ഗിവൻ എക്സാമ്പിൾ. റൈറ്റ് നോട്ട് ഓൺ സ്യൂഡോ ഹാലജൻസ് പറഞ്ഞിട്ട് ബി പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ ആൻസർ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ എഴുതുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ സിമിലാരിറ്റി കാണിക്കുകയും വേണം. ഒരു 4-5 എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുള്ള 4-5 സിമിലാരിറ്റി. അത് എക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതി, വൈ എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. കുറച്ച് സിമിലാരിറ്റി കാണിക്കുക, ഒരു 3-4 സിമിലാരിറ്റി. ഏറ്റവും സിമ്പിളായി കാണിച്ച് ഏറ്റവും സഹജം. മനസ്സിലായില്ലേ? ക്ലോറൈഡ്, സയനൈഡ്, ക്ലോറിൻ, സയനൈഡ് is a volatile gas, that is also a volatile gas. To form an acid, that will HCl, HCl. Both are acidic compound. Hydrogen or the hydroacid HCl, it is hydrocyanic acid. But HCl is a weak acid, HCl is a paranomilla. Similarity or but in the Avishundilla, so Paranam would be another. It is not into orthoconsaviran. Lead in the silver in the mercury 1 and the mercury day, chloride, engeniano, and halide. അല്ലെങ്കിൽ ഫ്ലോറൈഡ് ഫ്ലോറൈഡൊക്കെ ചിലപ്പോൾ സോളിബിൾ ആണ്. ഫ്ലോറൈഡും ബ്രോമൈഡ് ആയോടൊക്കെ ഇൻസോളിബിൾ സോൾട്ടാണ്. ലെഡിൻ്റെ ആയാലും സിൽവറിൻ്റെ ആയാലും മർക്കോസിൻ്റെ ആയാലും. അതേപോലെ തന്നെയാണ് സയനൈഡ് ആയാലും തയോസയനൈഡ് ആയാലും. നമ്മൾ സയനൈഡിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി, ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം. ഇതൊക്കെ തയോസയനൈഡിനൊക്കെ ബാധകമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ഇതില്ലേ, സെലീനോസയനൈഡ് അല്ലേ, പിന്നെന്താണ് അസൈഡ്. ഇപ്പൊ ലെഡ് അസൈഡും സിൽവർ അസൈഡും മർക്കോസ് അസൈഡും ഒക്കെ ഇൻസോലിബിൾ ആണ്. നമ്മളോട് എക്സാമ്പിൾ സയനൈഡിനായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ സിലോസ് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, മറ്റേതുകൊണ്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സയനൈഡിനായിട്ട് പറയുന്നതാണ് നമ്മൾക്ക് നല്ലത്. പിന്നെന്താണ് ഹൈഡ്രോളിസിസ്, ആൽക്കലൈൻ മീഡിയം is hydrolyzed into Cn minus and CnO minus or Cn minus. Similarly, cyanogen is hydrolyzed into Cn minus and you can write down the equation. It is a very exactly similar equations. ഇവിടെയുള്ള Cn മാറ്റി Cn ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും, യാതൊരു മാറ്റമില്ല. വെരി സിമിലർ. In case covalent halides are formed just like SiCl4, SiCl4. They form as just as halogens form interhalogen compounds, pseudo halogens can form pseudo halogen inter pseudo halogen compounds. This inter pseudo halogen compound or inter halogen pseudo halogen compound. This halogen pseudo halogen, one halogen one pseudo halogen. This purite രണ്ട് halogen ആണ്. This purite രണ്ട് inter halogen ആണ്. ഇത് inter halogen ഒരു halogen ആണ്. ഇതൊക്കെ ഫോം ചെയ്യേണ്ട കഴിവുണ്ട്. ഇനിയുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ എക്സാമ്പിൾ ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മ വന്നാണ് എന്താണ് unsaturated compound, just like Eth. You can see that it adds a chlorine. എന്താ കിട്ടുക? CH2Cn, CH2Cn. ഇവിടെയും ഈ ബോണ്ട് ബ്രേക്ക് ഇവിടെ ഓരോ ക്ലോറിൻ ആഡ് ചെയ്യും. ഇവിടെ ഇത് സയനജൻ ആയാലോ ഈ ബോണ്ട് ബ്രേക്ക് ഇവിടെയും സെറ്റ് സയനജൻ ആഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. സയനോ ഗ്രൂപ്പ് ആഡ് ചെയ്യും. കിട്ടുന്നത് CH2Cn, CH2Cn എന്ന്. ക്ലോറിൻ ആണെങ്കിൽ എന്ത് കിട്ടും?
CH2Cl ഇതാ CH2Cl ഇങ്ങനെ വരും.